ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ കിരണും കല്യാണിയും കൂടെ ആ ഗുണ്ടയുടെ പിന്നാലെ ഓടുകയാണ്. പരമാവധി ഓടിയിട്ടും കിട്ടിയില്ല. ഗുണ്ടയാണെങ്കിൽ ഓടി രക്ഷോട്ടും കളഞ്ഞു. അവർ തിരിച്ച് ഓടി വരിക. അപ്പോഴേക്ക് CS-നെ കെട്ടിപ്പിടിച്ച് സോണിയും പാറും ഒക്കെ കരയുവാണ്. അച്ഛന് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഇല്ല മക്കളെ, നിങ്ങൾ എന്തിനാ ഇങ്ങനെ കരയുന്നേ? അപ്പോഴേക്കും കിരണും കല്യാണി ഓടിയെത്തി. അച്ഛന് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല മോനെ, നീ ഉണ്ടായിരുന്നോണ്ട് അച്ഛനൊരാപത്ത് സംഭവിച്ചില്ല. ആരാണാവോ അച്ഛനെ ഇങ്ങനെ ഒരു കുറി വെച്ചത്? അത് വേറെ ആരുമല്ല, ആ ബഗാസുരൻ്റെ ആൾക്കാരാ. അവരല്ലാതെ ഇതാരും ചെയ്യേയില്ല. അതറിയാം മക്കളെ, അച്ഛന് മനസ്സിലായി. നമ്മുടെ വീട്ടിൽ നല്ലൊരു ആഘോഷം നടന്നതല്ലേ? ആ ആഘോഷത്തിനിടയിൽ ഒരു കരച്ചിൽ വേണമെന്ന് അവന് തോന്നിക്കാണും. അതുകൊണ്ടായിരിക്കും അവൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. എന്തായാലും മക്കൾ അച്ഛനെ രക്ഷിച്ചല്ലോ, ഒരുപാട് സന്തോഷമുണ്ട്. അച്ഛന് എന്തെങ്കിലും പറ്റിയാലും അച്ഛന് കുഴപ്പമൊന്നുമില്ല. എൻ്റെ മക്കൾക്കും എൻ്റെ രൂപയ്ക്കും ഒന്നും ഒരാപത്ത് സംഭവിക്കരുത്. അവന് പേടിയായിട്ടുണ്ടാവും. ഞാനും രൂപയൊക്കെ അടുത്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും അവന് തോൽവി സംഭവിച്ചാലോ, അതുകൊണ്ടായിരിക്കും അവൻ അങ്ങനെയൊക്കെ ചെയ്തത് എന്നൊക്കെ പറയുക. അച്ഛനെന്തായാലും വിഷമിക്കാതെ, അച്ഛന് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ സമയം രൂപ കല്യാണിയെ ഫോൺ വിളിക്കുക. അപ്പോൾ കല്യാണി ഫോണും കൊണ്ട് അങ്ങോട്ട് മാറുക. അതിനുശേഷം ഹലോ അമ്മേ, മോളെ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഇല്ല അമ്മേ, ഒരു കുഴപ്പമില്ല. അമ്മ പറഞ്ഞതുപോലെ തന്നെ ആ ഗുണ്ട കത്തിയുമായിട്ട് പാഞ്ഞു വരികയായിരുന്നു. കൃത്യസമയത്ത് കിരണേട്ടൻ ചവിട്ടി വീഴ്ത്തിയില്ലായിരുന്നെങ്കിൽ എന്താ സംഭവിക്കുക എന്ന് പറയുക പോലും പറ്റില്ലായിരുന്നമ്മേ. അപ്രതീക്ഷിതമായിട്ടല്ലേ അവൻ വന്നത്. എന്തായാലും അമ്മ മുൻകൂട്ടിയല്ല അറിയിച്ചതുകൊണ്ട് കാത്തിരിക്കാൻ പറ്റി. ഇല്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്താനെ? അതേ മോളെ, ആ ദുഷ്ടൻ അയാൾ ഒരുത്തനാ ഇങ്ങനെയൊക്കെ ചെയ്തത്. എന്തായാലും അമ്മ ഇവിടെ അടുത്ത് തന്നെ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. എൻ്റെ ചന്ദ്രേട്ടന് ഒരാപത്ത് സംഭവിക്കരുത്. എല്ലാത്തിനും കാരണക്കാരൻ അവനാ, എൻ്റെ ആങ്ങളെ എന്ന് പറയുന്ന ആ ദുഷ്ടൻ. അവനെ ഞാൻ കൊല്ലും എന്നും രൂപ. വേണ്ടമ്മേ, അമ്മ അയാളെ കൊന്നിട്ട് ജയിലിൽ പോകേണ്ട ഒരാവശ്യമില്ല. അവർക്കുള്ള ശിക്ഷ ദൈവം തന്നെ കൊടുത്തോളും, അമ്മ നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞ് കല്യാണി രൂപയെ ആശ്വസിപ്പിക്കുകയാണ്. എന്നാൽ ശരി മോളെ, എൻ്റെ ചന്ദ്രേട്ടന് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഒരു കുഴപ്പമില്ലമ്മേ, ധൈര്യമായിട്ടിരിക്കുക മോളെ. അദ്ദേഹത്തെ വിട്ട് നിങ്ങളാരും എവിടെയും പോവല്ലേ. ഗുണ്ട ചുറ്റിനും തന്നെ ഉണ്ടാവും, ഒന്ന് സൂക്ഷിക്കണേ. ഞാൻ സൂക്ഷിച്ചോളാം അമ്മേ, അമ്മ പേടിക്കാതിരിക്കുക എന്നും പറഞ്ഞുകൊണ്ട് കല്യാണി നേരെ അങ്ങോട്ട് പോവുക. ഈ സമയം രാഹുലിനെയാണ് കാണിക്കുന്നത്. രാഹുൽ അയാളെ കാത്തു നിൽക്കുക. അപ്പോൾ അയാൾ ഭയങ്കര സ്പീഡിന് വരിക. എന്തായി കാര്യങ്ങളൊക്കെ? പാളിപ്പോയി സാറേ എന്നും. എന്ത് പാളിപ്പോയിന്നോ? അതെ സാറേ, ഞാൻ കൊല്ലാനായിട്ട് കൃത്യമായിട്ട് പോയി കുത്താൻ തുടങ്ങിയതാ. അപ്പോഴേക്കും അവൻ്റെ മോനുണ്ടല്ലോ, ആ കിരൺ എന്ന് പറയുന്നവൻ, അവൻ എന്നെ ചവിട്ടി വീഴ്ത്തുകയായിരുന്നു. പെട്ടെന്ന് പ്രതീക്ഷിക്കാതെയുള്ള ചവിട്ടായിപ്പോയി. എന്തോ ഞാൻ വരുന്നത് അവർ മുൻകൂട്ടി അറിഞ്ഞതുപോലെയാ എനിക്ക് തോന്നിയത്. ഇനിയിപ്പോൾ എന്തായാലും അവൻ നിന്നെ കണ്ടോ? കണ്ടു സാറേ, അവൻ എന്നെ കണ്ടു, വ്യക്തമായിട്ട് തന്നെ കണ്ടു. എടാ ദുഷ്ടാ, അങ്ങനെയാണെങ്കിൽ അവന് നിന്നെ നന്നായിട്ടറിയാം. നിന്നെ കണ്ടെങ്കിൽ പിന്നെ നീ എന്തിനാ പിടികൊടുത്തത്? ഈശ്വര, നിന്നെ അവൻ കണ്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവന് മനസ്സിലായി കാണും ഞാനായിരിക്കും നിന്നെ ഏർപ്പാടാക്കിയെന്ന്. നീ എന്നെ കൊലയ്ക്ക് കൊടുത്തേ അടങ്ങുമല്ലേ? കൈയെടുക്ക് സാറേ. ഒരുമാതിരെ മറ്റടുത്ത പണി കാണിക്കരുത്. എൻ്റെ ഷർട്ടിന് കുത്തിപ്പിടിച്ചിട്ട് എന്താ കാര്യം? സാറേ, അവരെ ഞാൻ കൊല്ലാൻ പോകുന്ന വിവരം സാറല്ലാതെ ഞാനല്ലാതെ വേറെ ആർക്കും അറിയില്ല. സാറിനും എനിക്കും അറിയാവുന്ന ഈ കാര്യം മറ്റൊരാൾ എങ്ങനെ അറിഞ്ഞു? സാർ ആരോടെങ്കിലും ഫോണിൽ സംസാരിക്കുന്നത് ആരെങ്കിലും കേട്ടിട്ടുണ്ടാവും. അല്ലെങ്കിൽ സാറിൻ്റെ ഫോൺ ആരെങ്കിലും ട്രേസ് ചെയ്യുന്നുണ്ടാവും. എൻ്റെ ഫോൺ അങ്ങനെ ഇതും ചെയ്യാനൊന്നും പറ്റില്ല. ഞാൻ ആരോടും സംസാരിച്ചിട്ടുമില്ല. അതുമല്ല, നമ്മൾ തമ്മിൽ ഫോണിൽ സംസാരിച്ചിട്ടേ ഇല്ലല്ലോ. നമ്മൾ തമ്മിൽ സംസാരിച്ചിട്ടില്ലെങ്കിൽ വേണ്ട, വേറെ ആരെങ്കിലും സംസാരിച്ചിട്ടുണ്ടെങ്കിലോ? സാറൊന്ന് ആലോചിച്ച് നോക്ക്. ഈ കാര്യം സാറ് വേറെ ആരോടെങ്കിലും പറഞ്ഞോ? സാറിൻ്റെ വീട്ടിലുള്ള ആരോടെങ്കിലോ ഇല്ലെങ്കിൽ ഫോണിൽ കൂടെ വേറെ ആരോടെങ്കിലോ അങ്ങനെ വല്ലതും സംഭവിച്ചിട്ടുണ്ടാവും. നീ വെറുതെ മറ്റടുത്ത പണി കാണിക്കരുത്. കൊന്നു തരാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ ഇങ്ങനൊരു കാര്യം എനിക്ക് സംഭവിച്ചിട്ടില്ല. അവനിനി എന്നെ തേടി ഇറങ്ങും. അതിനു മുമ്പ് എങ്ങോട്ടെങ്കിലും പോയേ പറ്റൂ. സാറേ, ഇതുവരെ എനിക്കും ഒരു കുറി വെച്ചിട്ട് അതിന് എനിക്ക് പാളിപ്പോയിട്ടുമില്ല. ഇപ്രാവശ്യം എനിക്ക് പാളിയിരിക്കുന്നത്. അതുകൊണ്ട് എനിക്കും പിടികിട്ടാതെ നടന്നേ പറ്റൂ. എന്തായാലും സാറ് കാരണം ഞാനും കൂടെ പെട്ടുപോയ അവസ്ഥയാണ്. നീ വെറുതെ ആവശ്യമില്ലാത്ത പറയരുത്. നീ കാരണം ഇപ്പം ഞാൻ പെട്ടുപോയ അവസ്ഥയിൽ നിൽക്കുന്നത്. എങ്ങോട്ടെങ്കിലും പോട്ടെ, ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല എന്നും പറഞ്ഞുകൊണ്ട് രാഹുൽ അവിടെ നിന്ന് നേരെ കാറിൽ കയറി പോവുക. രാഹുൽ പോയി കഴിഞ്ഞത് ഗുണ്ട ആലോചിക്കുകയാണ്. ഇയാൾ മുങ്ങി, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഞാനും എങ്ങോട്ടെങ്കിലും മുങ്ങാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ഈ സമയം പിന്നീട് കാണിക്കുന്നത് CS-നെയും പാറുവിനെയും സോണിയും ഒക്കെയാണ്. എന്തായാലും അച്ഛൻ ആപത്തൊന്നും സംഭവിച്ചില്ലല്ലോ. ആ ദുഷ്ടനെ വെറുതെ വിട്ടുകൂടാ അച്ഛാ. നമ്മുടെ വീട്ടിൽ പിറന്നാൾ ആഘോഷം നടക്കുന്നത് കണ്ട് അവർക്ക് സങ്കടം സഹിക്കാതെയാ ഇങ്ങനൊരു കാര്യം ചെയ്തത്. നമ്മൾ സന്തോഷിക്കുന്നത് ആ ദുഷ്ടന് ഇഷ്ടമല്ല അച്ഛാ. പണ്ട് മുതലേ അങ്ങനെ തന്നെയാണ്. നമ്മുടെ അമ്മയും അച്ഛനെയും തമ്മിൽ പിരിച്ചു. ഞങ്ങളെ അമ്മയിൽ നിന്നും അകറ്റി.
അവസാനം എല്ലാ തെറ്റുകളും ചെയ്യുന്നത് അവരാണെന്ന് മനസ്സിലാകുമെന്ന് പേടി തോന്നിയതുകൊണ്ടാണ് അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ദേ അച്ഛ, ഇനിയെങ്കിലും നമ്മളൊന്ന് സൂക്ഷിച്ചേ മതിയാവൂ. എന്നും അവൻ ഇതുപോലെ ഓരോരോ അപകടങ്ങൾ വരുത്തി വെക്കും അച്ഛ. അതുകൊണ്ട് തന്നെ എന്തായാലും നമുക്കിനി അടങ്ങിയിരിക്കാൻ പറ്റില്ല, എന്തെങ്കിലുമൊക്കെ ചെയ്തേ പറ്റൂ. അപ്പം കല്യാണി, അതെ, എന്തായാലും നമ്മൾ അടങ്ങിയിരുന്നിട്ട് കാര്യമില്ല. ആ രാഹുൽ എന്ന് പറയുന്ന ബേഗാസുരനിട്ട് ഇതിന് നല്ല തിരിച്ചടി തന്നെ കൊടുക്കണം. അച്ഛനെ ഉപദ്രവിക്കാൻ അവൻ ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവൻ്റെ സമാധാനം ഇല്ലാതാക്കണം. അതെ മോളെ, അതൊക്കെ ഞാൻ ചെയ്യാം. മോള് പേടിക്കൊന്നും വേണ്ട. കൊല്ലുന്നത് പാപമാണെന്ന് ചിന്തിക്കുന്ന കൂട്ടത്തിലുള്ള ആളാണ് ഞാൻ. അതുകൊണ്ടാണ് അവസരങ്ങൾ അടുത്ത് വന്നിട്ടും അവനെ ഞാൻ കൊല്ലാതെ വിട്ടത്. പക്ഷേ അവൻ തലേ കയറിയ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? എന്തായാലും മോള് ധൈര്യമായിട്ടിരിക്കും. അച്ഛൻ ഇനിയൊരാപത്ത് വരാതെ അച്ഛൻ സൂക്ഷിച്ചോളാം. അച്ഛൻ സൂക്ഷിക്കണം. കാരണം അച്ഛനെ അമ്മയെ ഒന്നിപ്പിക്കാൻ ഞാൻ പെടാപ്പാട് പെട്ടുകൊണ്ടിരിക്കുക. ആ സമയത്ത് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നടന്നാൽ അത് അമ്മയ്ക്കാണെങ്കിലും അച്ഛനാണെങ്കിലും എനിക്കാണെങ്കിലും കിരണേട്ടനാണെങ്കിലും സഹിക്കാൻ പറ്റില്ല കേട്ടോ എന്നൊക്കെ കല്യാണി പറയുക. ഇല്ല മക്കളെ, അച്ഛനൊരാപത്ത് സംഭവിക്കില്ല, നിങ്ങൾ ധൈര്യമായിട്ടിരിക്കേ. എന്തായാലും അച്ഛനൊന്നും സംഭവിച്ചില്ലല്ലോ. അച്ഛനെന്തെങ്കിലും സംഭവിച്ചാലും അച്ഛന് പ്രശ്നമൊന്നുമില്ല. നിങ്ങൾക്കൊന്നും ഒരാപത്ത് സംഭവിക്കാതിരുന്നാൽ മതി. താരയും പിന്നെ സരയും ഒക്കെ അവൻ്റെ തലവേദനയായി മാറിയിരിക്കുക. താരയുടെ മകളാണ് സരയു എന്നുള്ള വിഷയം താര അറിഞ്ഞ കാര്യം അവൻ അറിഞ്ഞല്ലോ. അതുകൊണ്ട് അവനാകെ സമനില തെറ്റി നടക്കുക. ഏത് നിമിഷവും അവൻ നമ്മുടെ നേരെ എന്തെങ്കിലുമൊക്കെ പ്രയോഗിക്കും. അതുകൊണ്ട് സൂക്ഷിച്ചേ മതിയാവൂ. എന്തായാലും നമ്മളിത്തിരി എന്താ പറയുക, നോക്കിയും കണ്ടൊക്കെ ഇരുന്നേ പറ്റൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് CS സംസാരിക്കുകയാണ്. ഈ സമയം കല്യാണി, അച്ഛൻ പേടിക്കാതെ, എന്തായാലും നമുക്ക് നോക്കാം. ഇനി അവൻ ഏതറ്റം വരെ പോകുമെന്ന് നോക്കാമല്ലോ. അവൻ എന്ത് ചെയ്താലും നമുക്ക് ഉറപ്പായിട്ടും അവനിട്ടുള്ള പണി കൊടുത്തേ പറ്റൂ. അങ്ങനെ അവനെ വെറുതെ വിടാനൊന്നും പറ്റില്ല അച്ഛാ. എന്തായാലും അവൻ്റെ ഭാര്യയുടെ മകളല്ല സരയൂന്ന് അറിഞ്ഞിട്ടും ഇങ്ങനെയൊക്കെ ദ്രോഹം താരയാൻ്റിയോട് ചെയ്തതിനും എല്ലാത്തിനും അവന് ശിക്ഷ തിരിച്ചു കൊടുത്തേ പറ്റൂ അച്ഛാ. അച്ഛനും അമ്മയും ഒന്നിച്ച് വേണം അവന് ശിക്ഷ കൊടുക്കാൻ. എന്തായാലും അച്ഛൻ ശിക്ഷ കൊടുത്താൽ ഉറപ്പായിട്ടും അവൻ തകർന്നു പോകും. അതേ മോളെ, അതെനിക്ക് നന്നായിട്ടറിയാം. പക്ഷെ അച്ഛനൊന്നും ചെയ്യാത്തത് എന്തുകൊണ്ടാണെന്നറിയാമോ? ഇനിയെങ്കിലും മനസമാധാനത്തോടെയുള്ള ജീവിതം അച്ഛന് വേണം. അച്ഛൻ്റെ ഭാര്യയും നിങ്ങളും ഒക്കെ ഒപ്പമായിട്ടുള്ള ജീവിതം. അച്ഛ, അവനെന്താ പ്ലാൻ ഇട്ടിരിക്കുന്നതെന്നറിയാമല്ലോ. എല്ലാവരെയും ഓരോരുത്തരെയായിട്ട് തീർക്കാൻ വേണ്ടിയാ. അതുകൊണ്ട് അച്ഛൻ അധികം ഒന്നും പുറത്തോട്ട് ഇറങ്ങണ്ട എന്നും. സോണി, എന്തിനാ നിങ്ങളൊക്കെ ഇങ്ങനെ പേടിക്കുന്നേ? അച്ഛനൊരു പേടിയില്ല. അച്ഛന് ആകെ ഉള്ള ടെൻഷൻ നിങ്ങൾ മാത്രമാണ്. നിങ്ങൾക്കൊരാപത്തും സംഭവിക്കരുതേ എന്ന് മാത്രമാണ്. അങ്ങനെയുള്ളപ്പോൾ അച്ഛൻ്റെ മക്കളായ നിങ്ങളെന്നും അച്ഛനോടൊപ്പം വേണം. പിന്നെ നിങ്ങളുടെ അമ്മയും. എന്തായാലും എനിക്കിപ്പോൾ ടെൻഷനൊന്നുമില്ല മക്കളെ, നിങ്ങളൊക്കെ അടുത്തുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് CS ആകെ സ്വയം സമാധാനിക്കുകയാണ്. ഈ സമയം കല്യാണിക്ക് ഒരു മെസ്സേജ് വരിക. അപ്പോൾ മെസ്സേജിലോട്ട് നോക്കിയ കല്യാണി, ഞാനൊന്ന് പള്ളി വരെ പോയിട്ട് വരാച്ചാ. എന്തിനാ മോളെ ഇനിയിപ്പോൾ പള്ളിയിലേക്ക് പോകുന്നേ? വേണ്ട, ഒറ്റയ്ക്ക് പള്ളിയിലേക്കൊന്നും പോകണ്ട. എന്തായാലും ഇങ്ങനൊരു പ്രശ്നം നടന്ന സ്ഥിതിക്ക് അച്ഛാ, ആ മാതാവാ അച്ഛനെ രക്ഷിച്ചത്. അത് അച്ഛനറിയാമോ? അറിയാം മക്കളെ, ഞാൻ അമ്പലത്തിൽ മാത്രമല്ല പള്ളിയിലും പോകാറുണ്ട്. ഇപ്പം ഈ വന്ന പ്രദക്ഷിണം ഉണ്ടല്ലോ, ഈ പള്ളിയിൽ ഞാൻ ഒരുപാട് നാൾ പോയി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. എപ്പോഴും ഞാൻ ഈ പള്ളിക്ക് ഓരോരോ സഹായം ചെയ്തു കൊടുക്കും. അങ്ങനെയുള്ളപ്പോൾ ആ മാതാവിൻ്റെ മുൻപിൽ വെച്ച് ഏതോ ഒരു തെണ്ടി എന്നെ കൊല്ലാൻ നോക്കിയാൽ നടക്കുമോ? ആ മാതാവ് അതിന് സമ്മതിക്കുമോ? ഒരിക്കലുമില്ല. എന്നെ രക്ഷിച്ചത് മാതാവ് തന്നെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് CS ഇങ്ങനെ പറയുക. എന്നാൽ ശരി അച്ഛാ, അച്ഛൻ പേടിക്കാതിരിക്കും, ഞാനൊന്ന് പോയിട്ട് വരാം എന്നും പറയാണ്. അത് കേട്ടത്, വേണ്ട ഞാനും കൂടെ വരാം മോളെ. വേണ്ട അച്ഛാ, അച്ഛനിപ്പോൾ പുറത്തോട്ട് ഇറങ്ങാതിരിക്കുന്നത് നല്ലത്. ശത്രുക്കളുടെ ഉന്നം അച്ഛനാണ്, അതുകൊണ്ട് അച്ഛൻ പുറത്തേക്കൊന്നും ഇറങ്ങണ്ട എന്നും പറഞ്ഞ് കല്യാണിയെ ആശ്വസിപ്പിച്ച് CS-നെ അവിടെ പിടിച്ചു നിർത്തും. അപ്പോൾ കിരൺ, എന്നാൽ ഞാനിവിടെ വരാം. എന്നാൽ ശരി, വാ കിരണേട്ടാ എന്നും പറഞ്ഞുകൊണ്ട് കിരണിനെയും കൊണ്ട് കല്യാണി അങ്ങോട്ട് പോവുകയാണ്. ഈ സമയം രൂപയുടെ അടുത്തേക്കാണ് കല്യാണി ചെന്നത്. അവിടെ രൂപ കരഞ്ഞുകൊണ്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ കല്യാണി അങ്ങോട്ട് ചെന്നിട്ട്, എന്താ അമ്മേ, എന്ത് പറ്റി മോളെ? എൻ്റെ ചന്ദ്രേട്ടന് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഇല്ലമ്മേ, ഒരു കുഴപ്പമില്ല. അച്ഛന് ഒരാപത്തുമില്ല. ഒരു പോറൽ പോലും ഏൽക്കാതെ അച്ഛനെ രക്ഷിക്കാൻ കഴിഞ്ഞതിന് കാരണക്കാരി അമ്മയാ. ഇല്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. അമ്മ പറഞ്ഞതുപോലെ തന്നെ അയാൾ കത്തിയുമായിട്ട് നിൽക്കുമായിരുന്നു. അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കി തന്നെ കൊലയാളിയുടെ മുഖമുള്ള അയാളെ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റി. അതും അമ്മ പറഞ്ഞതുകൊണ്ട്. ഇല്ലായിരുന്നെങ്കിൽ ആ പ്രദക്ഷിണത്തിനിടയിൽ അപ്രതീക്ഷിതമായി അങ്ങനെ ഒരാൾ വരുമെന്ന് ആരെങ്കിലും ചിന്തിക്കുമായിരുന്നോ? പെട്ടെന്ന് അച്ഛനെ കുത്തി മലർത്തിയിട്ട് അയാൾ അങ്ങ് മുങ്ങുമായിരുന്നു. എന്തായാലും ഒന്നും സംഭവിച്ചില്ലല്ലോ, അത് തന്നെ വലിയ കാര്യം. ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അന്നേരം മുതൽ എനിക്ക് കാർ ഓടിച്ച് വരാൻ പറ്റാത്തതുകൊണ്ട് ഈ കുരിശുപള്ളിയുടെ മുൻപിൽ നിന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അതൊരു പക്ഷെ നന്നായിന്നാ തോന്നുന്നേ. ഈ ഗീവർഗീസ് പുണ്യാളനാ എൻ്റെ ചന്ദ്രേട്ടനെ രക്ഷിച്ചത്. മോളെ
അവൻ്റെ അവൻ്റെ ആഗ്രഹം എന്താണെന്നറിയാമോ? ആദ്യം എൻ്റെ ചന്ദ്രേട്ടൻ, അത് കഴിഞ്ഞ കിരൺ, അതിനുശേഷം സോണി, അത് കഴിഞ്ഞ് മോള്, അങ്ങനെ ഓരോരുത്തരായിട്ട് ഇല്ലാതാക്കുക തന്നെയാണ് അവൻ്റെ ലക്ഷ്യം. എല്ലാം തട്ടിയെടുത്തതിന് ശേഷം എന്നെയും. അങ്ങനെയുള്ളപ്പോൾ ഒരിക്കലും നമ്മൾ അതിന് സമ്മതിച്ചു കൊടുത്തുകൂടാ മോളെ. അവന് ഇതിന് വേണ്ടുന്ന ശിക്ഷ കൊടുത്തേ പറ്റൂ. അവനെ കൊന്നാലും കുഴപ്പമില്ലെന്ന് തന്നെയാണ് എൻ്റെ മനസ്സ് പറയുന്നത്. വേണ്ടമ്മേ, അങ്ങനെ അയാളെ കൊന്നിട്ട് അമ്മ ജയിലിൽ പോകണ്ട. ഇത്രയും നാളും ആ സരൈവ് എന്ന രാക്ഷസിയുടെയൊക്കെ ഒപ്പം നിന്ന് തന്നെയല്ലേ ഞാനും പൊരുതി ഇങ്ങോട്ട് ഇവിടം വരെ എത്തിയത്. എന്തായാലും അവളുടെ കയ്യിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ എനിക്ക് നന്നായിട്ടറിയാം. എൻ്റെ ഈ കൈക്കില്ല അവൾ, പിന്നെയാണ് അവൾ എന്നെ കൊല്ലാൻ പോകുന്നത്. പിന്നെ അമ്മയുടെ ആങ്ങള, അവൻ എന്ത് ചെയ്താലും അവനെ കൈകാര്യം ചെയ്യാൻ അമ്മയുടെ മോനും അച്ഛനും ഒക്കെ ഉണ്ടല്ലോ. പിന്നെ എന്തിനാ പേടിക്കുന്നത്? അമ്മ ധൈര്യമായിട്ടിരിക്കേ. എന്തായാലും അമ്മ ധൈര്യമായിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുക. ഞാനാകെ പേടിച്ചു പോയി മോളെ. എൻ്റെ ചന്ദ്രേട്ടന് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ എന്ത് ചെയ്യുമെന്നോർത്ത് ആകെ ടെൻഷനായിരുന്നു. ഈശ്വര, ഇത്രയും നേരം ഞാൻ കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. ഒന്നും സംഭവിച്ചിട്ടില്ല. അമ്മ കാറി കയറി വീട്ടിലേക്ക് പോകാൻ നോക്ക്. എന്തായാലും അപകടം മുൻകൂട്ടി അറിഞ്ഞതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് കല്യാണെ ആശ്വസിപ്പിക്കുക. മോള് വാ, വണ്ടിയിലോട്ട് കയറ്, ഞാൻ മോളെ വീട്ടിലോട്ടാക്കാം. വേണ്ടമ്മേ, ഞാൻ പോയിക്കോളാം, ഇവിടെ അടുത്ത് തന്നെയല്ലേ വീട്. എന്തായാലും അമ്മ പോയിക്കോ, സാരമില്ല, പോകുന്ന വഴി ഞാൻ മോളെ വണ്ടിയിൽ നിന്ന് ഇറക്കാം എന്നും പറഞ്ഞ് രൂപ പറയുമ്പോൾ കല്യാണി കിരണിന് മെസ്സേജ് അയക്കുക. മോളെ ആർക്കാ മെസ്സേജ് അയച്ചേ എന്നും രൂപ ചോദിക്കുകയാണ്. കിരണേട്ടൻ അയച്ചതാ അമ്മേ. എന്താ, എന്തു പറ്റി? ഞാൻ അങ്ങോട്ട് പോരുന്നുണ്ടെന്ന് അയച്ചതാ. എന്തായാലും അച്ഛനോട് ഞാൻ പള്ളി വരെ ഒന്ന് പോയി പ്രാർത്ഥിച്ചിട്ട് വരാമെന്നും പറഞ്ഞാൽ ഇങ്ങോട്ട് പോകുന്നത്. അമ്മ ഒരു കാര്യം ചെയ്യ്, അമ്മ പോയിക്കോ. വേണ്ട, മോള് വണ്ടി കയറ്. മോളെ ഈ സമയത്ത് ഒറ്റയ്ക്ക് വിടാൻ അമ്മയ്ക്ക് പേടിയാ എന്നും പറഞ്ഞുകൊണ്ട് കാറി കയറി രൂപയും കല്യാണിയും കൂടെ അങ്ങോട്ട് പോവുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് രാഹുലിനെയും CS-നെയും കിരണിനെയുമാണ്. അവർ രണ്ടുപേരും രാഹുലിൻ്റെ വീട്ടിലെത്തി. കോളിംഗ് ബെല്ല് തുരുതുരാ അടിക്കുക. പക്ഷെ തുറക്കുന്നില്ല. എന്താ വെച്ചാ ഒറ്റ എണ്ണത്തിനെയും കാണുന്നില്ലല്ലോ. മൂന്നെണ്ണവും എങ്ങോട്ട് പോയോ എന്തോ. ഇവിടെയെങ്ങും ഒരു ആളും കാണുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് കിരൺ വീണ്ടും കോളിംഗ് ബെൽ അടിക്കുക. ഈ സമയത്ത് രാഹുലിനെ എങ്ങാനും കിരണിൻ്റെ കയ്യിൽ കിട്ടിയാൽ തീർന്നു. രാഹുലിൻ്റെ കാലിൻ്റെ അടിയിൽ പപ്പടായി പോവും. കിരണിൻ്റെ കാലിൻ്റെ ഇടയിൽ പപ്പടായി പോവും നമ്മുടെ രാഹുൽ. അതുപോലൊരവസ്ഥയാണ്. അപ്പോൾ CS അവർ മുങ്ങിന്നാടാ മക്കളെ തോന്നുന്നേ. ഇത്രയും വലിയൊരു അപകടം എനിക്ക് വേണ്ടി സംഘടിപ്പിച്ചിട്ട് അത് പരാജയപ്പെട്ടു പോയതിൻ്റെ വിഷമം അവനുണ്ടാവും. ആ ഒരു തോൽവിയിൽ പേടിച്ചോടിയതായിരിക്കും. എന്തായാലും ഇനി അവൻ ഇങ്ങോട്ട് വരാൻ പറ്റില്ല, ഇങ്ങോട്ട് വരത്തുമില്ല. വന്ന അവന് സമാധാനവും സൗകര്യവും ഉണ്ടാവില്ല. അവൻ കൊല്ലാൻ നോക്കിയത് എന്നെയാണെങ്കിലും എനിക്കത് സഹിക്കാൻ പറ്റില്ല. കാരണം എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് എൻ്റെ രൂപയോടൊപ്പം എനിക്ക് ഒരുമിച്ച് ജീവിക്കണമെന്ന്. പലപ്പോഴും എനിക്ക് മരിച്ചാലും കുഴപ്പമില്ലെന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിലും കല്യാണി മോൾ എനിക്ക് തന്ന ആ ഒരു ധൈര്യം, ആ ഒരു വിശ്വാസം, അതുകൊണ്ട് തന്നെ എനിക്ക് മനസ്സിൽ നല്ലൊരു ധൈര്യം തന്നിട്ടുണ്ട്. എൻ്റെ രൂപയോടൊപ്പം എനിക്ക് ഒന്നിച്ച് ജീവിക്കാൻ പറ്റുമെന്ന്. അവനെ കൊല്ലാൻ ഞാൻ പലപ്പോഴും ആളെ വിട്ടിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്നൊക്കെ ഞാൻ പിന്മാറിയത് കൊല്ലുന്നത് പാപമാണെന്ന് കരുതിക്കൊണ്ട് തന്നെയാണ്. എന്നാലും ഇത്രയും വലിയൊരു ദ്രോഹവും അവൻ എന്നോട് ചെയ്തതുകൊണ്ട് ഇനി അവനോട് ക്ഷമിക്കാനോ പൊറുക്കാനോ എനിക്ക് പറ്റില്ല. ഈ സമയം കൊണ്ട് തന്നെ അച്ഛനും മോൾക്കും ഭാര്യയ്ക്കും ഒന്നും സമാധാനം നഷ്ടപ്പെട്ട് കാണും. മനോഹർ വഴി തന്നെ അവന്മാർക്കിട്ട് നല്ല പണി കിട്ടും. എന്തായാലും ധൈര്യമായിട്ടിരിക്കുക, നമുക്ക് കാത്തിരിക്കാം. അവൻ വരുന്നത് വരെ അവൻ എത്ര ദിവസം മുങ്ങി നടക്കുമെന്ന് നോക്കാമല്ലോ. അവൻ ഏതാണ്ട് ഈ നാട് വിട്ട് കാണും, പേടിച്ച് വിറച്ച്. ഇനി അവൻ ഒരു സമാധാനം ഉണ്ടാവില്ല. സമാധാനത്തോടെ അവൻ ഉറങ്ങാനും പറ്റില്ല. താരയുടെയും സരയുൻ്റെയും കാര്യത്തിൽ തന്നെ അവനാകെ ഉറക്കം നഷ്ടപ്പെട്ടിരുന്നതായിരിക്കും. ഇപ്പോൾ എൻ്റെയും കൂടെ കാര്യം നടക്കാതെ പോയ സ്ഥിതിക്ക് അവൻ എന്നേക്കുമായിട്ടുള്ള ഉറക്കം നഷ്ടപ്പെട്ട് കാണും. നമുക്ക് നോക്കാം എന്നും പറഞ്ഞുകൊണ്ട് CS-ഉം നമ്മുടെ കിരണും കൂടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുക. ഈ സമയത്ത് കാറ് 100 സ്പീഡിൽ വിട്ട് ഏതോ ആളൊഴിഞ്ഞ സ്ഥലത്ത് കൊണ്ട് കാറ് നിർത്തിയിടുക രാഹുൽ. കാറിൽ നിന്നും സരയും രാഹുലും ശാരിയും ഇറങ്ങി. അതിനുശേഷം ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക രാഹുൽ. മേപ്പോട്ട് നോക്കി, ഈശ്വര എങ്ങോട്ട് പോകും എന്നും പറഞ്ഞുകൊണ്ട് അപ്പോഴേക്കും മനോഹർ കാറിൻ്റെ ഡിക്കി തുറന്ന് 2 ഇളനീര് വെട്ടിക്കൊണ്ടുവന്ന് സരയുവിന് കൊടുക്കുക. എന്നാൽ സരയു കുടിച്ചോ എന്നും പറഞ്ഞ്. അപ്പോൾ സരയു അത് മേടിച്ച് കുടിക്കുക. അപ്പോൾ അച്ഛന് വേണോ? എനിക്കങ്ങ് വേണ്ട എന്നും രാഹുൽ. അത് കേട്ടതും ശാരി, എന്താ നിങ്ങൾക്ക് ഇങ്ങനെ ഇത്രയ്ക്ക് ദേഷ്യം? മരുമോൻ ഇത്ര സ്നേഹത്തോടെ ഇളനീര് തരുമ്പോൾ അത് വേണ്ടാന്ന് പറയുന്നത് എന്തിനാ? മോൻ സ്നേഹത്തോടെ തന്നതല്ലേ, ഇങ്ങ് താ മോനെ, അമ്മ കുടിക്കാം എന്നും പറഞ്ഞുകൊണ്ട് ശാരി അത് മേടിച്ച് കുടിക്കുക. അപ്പോൾ മനോഹറും ഒരു ഇളനീരെടുത്തിട്ടൊന്ന് കുടിച്ചിട്ട്, അച്ഛന് ഇളനീര് ഭയങ്കര ഇഷ്ടമായിരുന്നല്ലോ, പിന്നെ എന്താ അച്ഛൻ ഇങ്ങനെയൊക്കെ മനുവേട്ടനോട് പറയുന്നേ എന്ന് സരയും ചോദിക്കുകയാണ്. അപ്പം മനോഹർ, ഈ ഇളനീരിന് അത്ര മധുരമൊന്നുമില്ല മോളൂ, അതുകൊണ്ട് അച്ഛൻ കുടിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല
എന്തായാലും അച്ഛൻ എന്തിനാ ഇത്ര സ്പീഡിൽ പരക്കം പായുന്നേ? മനുഷ്യൻ്റെ ഉള്ള സമാധാനം നഷ്ടപ്പെട്ട് നിൽക്കുക. ആ സമയത്ത് ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും എന്നോട് ചോദിക്കരുത്. അല്ല, അച്ഛൻ എന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നേ? അവനെ കൊല്ലാൻ ആളെ വിട്ടിട്ട് അത് പാളിപ്പോയതിന് അച്ഛൻ എൻ്റെ മെക്കിട്ട് കയറിയിട്ട് എന്താ കാര്യം? സരയൂ, വെറുതെ മനുഷ്യനെ പ്രാന്ത് പിടിപ്പിക്കരുത് കേട്ടോ എന്ന് പറയുക. ഇനിയിപ്പോൾ നമ്മൾക്കിനി ഒരു ഒറ്റ വഴിയേ ഉള്ളൂ. കാറിൽ കയറിയിട്ട് എവിടെ നിർത്താതെ 100 സ്പീഡിൽ നമുക്ക് പോകാം. ഇല്ലെങ്കിൽ ആ ചന്ദ്രസേനൻ്റെ ആൾക്കാർ നമ്മളെ പിന്തുടരുന്നുണ്ടാവും. അതുകൊണ്ട് നമുക്കങ്ങോട്ട് പോകാം ഇനി എവിടെ വണ്ടി നിർത്തണ്ട എന്ന് പറയലും രാഹുൽ ഞെട്ടലോടുകൂടെ സരയുനെ നോക്കുകയാണ്. അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ദിവസം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു ഫ്രണ്ട്സ്.